ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെയാണ് കുറച്ച് ഉറക്കപ്പിച്ചിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു തോട്ട് കടന്ന് പോവുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഇങ്ങനെ പഠിക്കാൻ വന്ന കുട്ടികൾ ഒത്തിരി വീഡിയോസ് ഇടുമല്ലോ, അങ്ങനെ എന്താ പറയുക, ഓരോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇടുമല്ലോ. ഞാൻ ഈ ചില വീഡിയോസ് ഞാൻ കമൻസാണ് കൂടുതലും നോക്കുക, വീഡിയോ കണ്ടാലും കൂടുതൽ കമൻസ് വായിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം വായിക്കണം, അതിനകത്തൊരു കമൻറ്റ് കണ്ടേക്കുവാണ്, ചേച്ചി ജർമ്മൻസ് എങ്ങനെ ഫ്രണ്ട്ലി ആണോ? അപ്പോൾ ആ കുട്ടി റിപ്ലൈ ചെയ്തേക്കുക, ജർമ്മൻസായിട്ട് ഞങ്ങളധികം കോണ്ടാക്റ്റ് ഇല്ല, അവരധികം മിണ്ടാൻ വരാറില്ല, ഞങ്ങളും അങ്ങോട്ട് മിണ്ടാൻ പോകാറില്ല എന്നുള്ള രീതി. അതെന്നെ ഭയങ്കരമായിട്ട് കൊളുത്തി വലിച്ചു എന്ന് പറയില്ല, അങ്ങനെ ചെയ്തു. കാരണം എന്താണെന്നറിയോ, നമ്മൾ വേറൊരു നാട്ടിൽ വന്നേക്കുക. അപ്പം അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നേക്കുമ്പോൾ നമ്മളിവിടെ ശ്രമിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടാക്കാനല്ല നോക്കേണ്ടത്. ഒരു പരിധി വരെ അവർ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ എന്തിനാണ് വേറൊരു നാട്ടിൽ വന്നേക്കണേ? നമ്മൾ ആ നാട്ടിൽ മൈഗ്രേറ്റ് ചെയ്യുവാണ്. അതായത് നമ്മൾ ആ നാടിൻ്റെ രീതികളും കാലാവസ്ഥ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാ മഴയും വെയിലും മാത്രമല്ല കേട്ടോ, അവിടുത്തെ രീതികളായിട്ട് ഒത്തുപോകാൻ ഉള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഒത്തുപോകണം നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ. അല്ലാണ്ട് നമ്മുടെ ലോകത്ത് മാത്രം നിന്ന് പൈസയ്ക്ക് വേണ്ടി മാത്രം ഇതാക്കാമെന്ന് വെച്ചിട്ട്, അതായത് ഇവിടെ ജോലി ചെയ്താൽ പൈസ കൂടുതൽ കിട്ടും എന്നുള്ളൊരു തോന്നലിൽ നമ്മൾ അതിന് വേണ്ടി മാത്രം ഇവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളത് മൈഗ്രേറ്റ് ചെയ്യല്ല ചെയ്യണം. ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ തോട്ട് പ്രോസസ്സ്, അതായത് നമ്മൾ നാട്ടിലത്തെ തോട്ട് വിട്ട് നമ്മൾ മാറില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കീറിയ ജീൻസ്, നമ്മൾ ഫാഷനബിളായിട്ടുള്ള ജീൻസോ ടോപ്പോ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ മിനി ഫ്രോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മോഡേൺ ആവില്ല. മോഡേൺ ആവേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ ചിന്താഗതിയാണ്. അപ്പം നമ്മൾ വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യണം, അത് നമ്മുടെ നാടിനേലും പുരോഗതി കൈവരിച്ചിട്ടുള്ള നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ നാടുമായിട്ട് ഇണങ്ങി ചേരാൻ ശ്രമിക്കുക. അതിനാദ്യം വേണ്ടത് നമ്മുടെ ഭാഷയാണ്. നമ്മുടെ ഭാഷ നന്നാക്കുക. അവിടുത്തെ ആളുകളുമായി, ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കാര്യമില്ല, നമ്മളോട് വന്ന് കൂട്ടുകൂടേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ നമ്മുടെ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ബംഗാളികൾ നമ്മൾ പറയാം, അവർ നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്, എന്നിട്ട് വരെ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ എത്ര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. മോശം മീൻസ് എല്ലാവരും എന്നല്ല, ചില ആൾക്കാർ അവരെന്തോ അന്യഗ്രഹജീവി പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയൊന്നും അവർ നമ്മുടെ അടുത്ത് അധികം ബിഹേവ് ചെയ്യത്തില്ല, പക്ഷേ അവർക്കൊരു കാര്യമില്ല നമ്മുടെ അടുത്ത് വന്ന് മിണ്ടി ഫ്രണ്ട്സ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. നമ്മുടെയാണ് ആവശ്യം. നമ്മളാണ് അവരുടെ അടുത്ത് ചെന്ന് മിണ്ടി, അത് നമ്മൾ ഒത്തിരി സഹായിക്കും. അതായത് നമ്മുടെ ഭാഷ ബെറ്റർ ആക്കാൻ സഹായിക്കും, ഇവിടുത്തെ കൾച്ചർ അറിയാൻ സഹായിക്കും. അവർക്ക് തോന്നണം നമ്മൾ ജെനുവിനാണ്, അപ്പോഴാട്ടോ അവർ ഫ്രണ്ട്സ് ആവുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ, അല്ലാണ്ട് മാറി നിൽക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.